ഹലോ ഫ്രണ്ട്സ്, നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബീഫ് കട്ട്ലേറ്റാണ്. അതിന് വേണ്ടുന്നത് 1/2 കിലോ ബീഫ് നൈസായിട്ട് അരിഞ്ഞത്, അത് കഴുകി നല്ലതുപോലെ വെച്ചേക്കുക. കുരുമുളക് പൊടി 1 സ്പൂണ്, ഗരം മസാലയും 1 സ്പൂണ്, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടിയും 1 സ്പൂണ്. ഇതെല്ലാം കൂടി ബീഫിൽ നല്ലതുപോലെ തേച്ച് നമുക്ക് കുക്കറിൽ 4 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കണം, വെള്ളം ഒഴിക്കാതെ. വെന്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒരു അടി അടിച്ചെടുക്കാം. ഇനി അതിന് വേണ്ടുന്ന ഉള്ളിയൊക്കെ എടുക്കാം. ഒരു 10 സവാളയും, ഒരു 4 ഉരുളക്കിഴങ്ങ് വട്ടത്തിലരിഞ്ഞതും, 2 വലിയ കഷ്ണം ഇഞ്ചിയും, ഒരു 10 പച്ചമുളകും, ആവശ്യത്തിന് കറിവേപ്പിലയും. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഇനി നമുക്ക് ഉള്ളിയൊക്കെ അരിയാം. ഉള്ളിയെ അരിഞ്ഞ് ഇനി നമുക്ക് ഒരു തവ അടപ്പേ വെച്ചിട്ട് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് അത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഉള്ളിയൊക്കെ എത്ര ചെറുതായിട്ട് അരിയാമോ അത്രയും ചെറുതായിട്ട് അരിയണം, അതാ കട്ട്ലേറ്റിന് നല്ലത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അതിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ബീഫ് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് ഉള്ളിയും ബീഫും കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഇച്ചിരി കൂടി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണം, ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
ഇട്ടതിന് ശേഷം നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി അതിന് വേണ്ടി 3 മുട്ട എടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വെക്കാം. തണുത്തതിന് ശേഷം ഞാൻ ഓരോരോ ഉരുളകളാക്കി പ്ലേറ്റിൽ വെച്ച് മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. മൊരിച്ച റസ്ക് പൊടിയും പൊടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ചതാണ്. അതുകൊണ്ട് നമ്മൾ കട്ട്ലേറ്റ് വട്ടത്തിലോ ഷേപ്പാക്കിയിട്ട് ആദ്യം മുട്ടയെ മുക്കാം. പിന്നെ റസ്ക് പൊടി ഇട്ടിട്ട് നമുക്കത് എല്ലാ വശവും ഒന്ന് ആക്കി കൊടുക്കാം. ബാക്കി കട്ട്ലേറ്റും കൂടി നമുക്കങ്ങനെ റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. തീ നമുക്ക് സിമ്മിലിട്ടാൽ മതി. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടിയിടണ്ട, കരിഞ്ഞു പോവും. അത് നമുക്ക് എടുക്കാം. എന്നിട്ട് അടുത്തതും കൂടി നമുക്കങ്ങനെ പൊരിച്ചെടുക്കാം. മൂത്തിട്ട് ഇനി നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ഇടണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.